നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. വിപ്ലവ സൂര്യൻ ഇനി ചരിത്ര പുരുഷൻ. VS എന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ അന്തരിച്ചു. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3:20 അന്ത്യം. 102 വയസ്സിൽ VS അരങ്ങൊഴിയുന്നത് പോരാട്ടത്തിന്റെ ഇതിഹാസ ചരിത്രം ബാക്കിവെച്ച്. തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് മരണം. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ മാസം 23-ന്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നത്. 1923 ഒക്ടോബർ 20-നായിരുന്നു ജനനം. 23 വർഷം CPM പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു. 12ാം നിയമസഭയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിൽ നടക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പേരാമംഗലത്ത് 7 വയസ്സുകാരിയായ മകളെ പീഡിപ്പിച്ച കേസിൽ അഭിഭാഷകനായ പിതാവ് അറസ്റ്റിൽ. ഭാര്യയുമായി ബന്ധം വേർപ്പെടുത്തി കഴിയുന്ന വ്യക്തിയാണ് മകളെ പീഡിപ്പിച്ചത്. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിയപ്പോൾ കുട്ടി ഡോക്ടറെ വിവരം അറിയിക്കുകയായിരുന്നു. മെഡിക്കൽ പരിശോധനയിലാണ് സ്ഥിരീകരണം. ആശുപത്രി അധികൃതരുടെ അറിയിപ്പിനെ തുടർന്നാണ് അഭിഭാഷകനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. പുതുക്കാട് മെഫയർ ബാറിലെ ജീവനക്കാരൻ മദ്യപിക്കാനെത്തിയ 40-കാരന്റെ കുത്തേറ്റ് മരിച്ചു. എരുമപ്പെട്ടി നെല്ലുവായി മുരിങ്ങത്തേരി സ്വദേശി 61-കാരൻ ഹേമചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. ഞായറാഴ്ച അർദ്ധരാത്രിയിലാണ് അരുങ്കൊല. മദ്യപാനത്തിനിടെ 9ാം തവണ ടച്ചിങ്സ് നൽകാത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കുത്തിക്കൊലയിൽ കലാശിച്ചത്. ആമ്പല്ലൂർ അളഗപ്പനഗർ സ്വദേശി സിജോ മണിക്കൂറുകൾക്കകം പുതുക്കാട് പോലീസിന്റെ പിടിയിൽ. ബാർ അടച്ചതിനു ശേഷം തട്ടുകടയിൽ നിന്ന് ചായ കഴിച്ച് മടങ്ങുന്നതിനിടെയായിരുന്നു ഹേമചന്ദ്രനെ പിന്തുടർന്ന് കഴുത്തിന് കുത്തിയത്. തിരൂർ സെന്റ് തോമസ് ദേവാലയത്തിന് കീഴിലുള്ള അൽഫോൺസ നഗർ കുരിശുപള്ളിയിൽ തിരുനാൾ ആഘോഷം 27-ന്. ഭക്തി നിറലഹരിയിൽ കൊടിയേറ്റം. ഫാദർ പോൾസൺ പാലത്തിങ്കൽ കൊടി ഉയർത്തൽ കർമ്മം നിർവഹിച്ചു. 27-ന് വൈകിട്ട് ആഘോഷമായ പാട്ടുകുർബാന, ഫാൻസി വെടിക്കെട്ടും പാലക്കാട് വോയിസ് ഓഫ് ടീമിന്റെ സ്റ്റേജ് ബാൻഡ് മേളവും വേറിട്ട കാഴ്ചയാകും. നിരവധി കേസുകളിലെ പ്രതിയായ യുവാവിന്റെ പിറന്നാളാഘോഷം അത്താണി കള്ളുഷാപ്പിൽ. ആഘോഷത്തിനൊടുവിൽ കള്ളിന്റെ ബില്ല് നൽകുന്നതിനെ ചൊല്ലി തർക്കം. കെൽട്രോൾ നഗർ മേപ്പാടി വീട്ടിൽ 21-കാരൻ ദേവൻ കള്ളുകുപ്പികൊണ്ട് തലയ്ക്കടിച്ച ചോറ്റുപാറ സ്വദേശി 22 വയസ്സുള്ള അക്ഷയുടെ തലയ്ക്ക് ഗുരുതര പരിക്ക്. ഒളിവിൽ പോയ ദേവനെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതി റിമാൻഡിൽ. തെക്കുംകര പനങ്ങാട്ടുകര മുഹമ്മദ് നബിദിനം സ്കൂൾ 100ാം വാർഷിക നിറവിൽ. ശതാബ്ദി ആഘോഷം ഗ്രാമീണോത്സവമാക്കി മാറ്റാൻ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയും PTA കമ്മിറ്റിയും. നാട്ടുകാരുടെയും കൂട്ടായ ശ്രമം ആഘോഷത്തിന് കരുത്താകും. ഗ്രാമദർപ്പണം എന്ന പേരിൽ വിവിധ പരിപാടികൾ കേരള സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ പത്മശ്രീ ശങ്കരൻ കുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ നഗരത്തിൽ ജനജീവന് ഭീഷണിയായി ഭീമൻ കുഴികൾ. കോർപ്പറേഷന്റെ ഗുരുതര അനാസ്ഥയ്ക്കെതിരെ വൻ പ്രതിഷേധവുമായി BJP. പാറമേക്കാവ് ക്ഷേത്രത്തിനു മുന്നിൽ പ്രതിഷേധ സാഗരം. സംസ്ഥാന സെക്രട്ടറി MV ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകൾ ഉടൻ പുനർനിർമ്മിക്കണമെന്ന് ആവശ്യം. തുടർ പ്രക്ഷോഭങ്ങൾ പ്രഖ്യാപിച്ച് ഭാരതീയ ജനതാ പാർട്ടി. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ മന്ത്രി സജി ചെറിയാൻ വിതരണം ചെയ്തു.
KV രാമകൃഷ്ണനും ഏഴാച്ചേരി രാമചന്ദ്രനും വിശിഷ്ടാംഗത്വം സമ്മാനിച്ചു. അനിത തമ്പിയുടെ മുരിങ്ങ വാഴ കറിവേപ്പിന് മികച്ച കവിതയ്ക്കും GR ഇന്ദുഗോപന്റെ ആനോക്കിന് നോവലിനും പുരസ്കാരം. കൈപ്പറമ്പ് പഞ്ചായത്ത് അടക്കം 5 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഹെൽത്ത് ഗ്രാന്റ് സ്പിൽ ഓവറിന് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം. 44 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതി ഭേദഗതിക്ക് അംഗീകാരം ലഭിച്ചു. ജില്ലയിൽ ഇതുവരെ അംഗീകാരം ലഭിച്ചത് 106 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതി ഭേദഗതിക്ക്. ഇലത്താള പ്രമാണി PC ശങ്കരൻ ഇനിയോർമ്മ. വിടവാങ്ങിയത് ഉത്സവപ്പറമ്പുകളിലെ കീഴടക്കിയ ഇലത്താള മുഴക്കങ്ങൾ സൃഷ്ടിച്ച പ്രതിഭ. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന്റെ ലാലൂർ വിഭാഗത്തിന് വേണ്ടി 1.5 പതിറ്റാണ്ട് ഇലത്താള പ്രമാണിയായി. ഓർമ്മയായത് മികച്ച ഒരു കർഷകൻ. CPM അവണൂർ അംബേദ്കർ നഗർ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. അവണൂർ പ്രതിഭയുടെ മുന്നണി പോരാളിയായും പ്രവർത്തിച്ചു. പടിഞ്ഞാറ്റിൽ ശങ്കരനെ നാട് കണ്ണീരോടെ വിട നൽകി. പാതയോരത്ത് 102 സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടി. കോട്ടപ്പുറം പുതിയറ സർവീസ് റോഡിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. ചാവക്കാട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലാണ് ചെടി പിടിച്ചെടുത്തത്. ഉപയോഗശേഷം വലിച്ചെറിഞ്ഞ കഞ്ചാവിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ചെടി വളർന്നതെന്ന് നിഗമനം. രാജസ്ഥാനു മുകളിലെ തീവ്ര ന്യൂനമർദ്ദത്തിന്റെയും ആന്ധ്രാപ്രദേശിന് മുകളിലെ ചക്രവാത ചുഴിയുടെയും സ്വാധീനം. സംസ്ഥാനത്ത് മഴ തുടരും. വ്യാഴാഴ്ചയോടെ വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം. വെള്ളിയാഴ്ച തൃശൂർ ജില്ലയിൽ ഓറഞ്ച് അലേർട്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത.